അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗംഗ ഒരുങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിളയും യമുനയായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുക. നിള എൻ്റെ കല്യാണം എന്നാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിൻ്റെ കല്യാണം ഇനി കുറേ നാളെടുക്കും, ഒരു 10-13 വർഷം എടുക്കും, ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരാളെ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ പറയും. അങ്ങനെ ഗംഗേനെ എന്നിട്ട് ശാരദയും അമ്മമ്മയും കൂടി വിനീതിൻ്റെ മുറിയിലേക്ക് കാവേരിയും കൂടി കൊണ്ടുവന്ന് വിടുവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിനീതിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. വിനീത് ഗംഗ ഇരിക്കുന്നു പറയും. അത് കഴിഞ്ഞിട്ട് വിനീതിൻ്റെ കൈയൊക്കെ കടന്ന് കാണിക്കും. വിനീതേ, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇത് സത്യം തന്നെയാണ്, നിൻ്റെ ഭാര്യയാണ് ഗംഗ, കൂൾ ഡൗൺ വിനീത്, കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിനീത് സ്വയം ഇങ്ങനെ പറയുക കേട്ടോ. കൈയൊക്കെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഗംഗ വെള്ളം വയ്ക്കും. അപ്പോൾ വെള്ളം പാല് കുടിക്കുന്ന പറയും. പാല് മേടിക്കുമ്പം ഗ്ലാസ് കിടന്ന് ഇങ്ങനെ കൈ കിടന്ന് വിറയ്ക്കും കേട്ടോ. പാലൊക്കെ താഴെ ചാടി പോയി കഴിയുമ്പോൾ ഗംഗ പറയും ഞാൻ തുടയ്ക്കാമെന്ന് പറയും. വേണ്ട, ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ടൊന്ന് വിനീത് തുടയ്ക്കും. അപ്പോൾ ഗംഗയും തുണി എടുത്ത് തുടയ്ക്കാൻ വരുമ്പോൾ രണ്ടുപേരും തല തമ്മിൽ മുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വിനീത് പെട്ടെന്ന് ഇങ്ങനെ ഗംഗയെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിൽക്കുക. അത് പിന്നെ അവർ എഴുന്നേൽക്കുക. അത് കഴിഞ്ഞിട്ട് പാല് കുടിക്കുന്ന ഗംഗ പറയുമ്പോൾ പാല് കുടിച്ച് കഴിയുമ്പോൾ പറയും തല തമ്മിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നോടെ മുട്ടണം എന്നാണല്ലോ അമ്മമ്മ പറയണം, അല്ലെങ്കിൽ കൊമ്പ് വിളയ്ക്കുന്നു. ഗംഗയെ ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യാൻ പോവുക, നീ സമ്മതിക്കാതിരിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ഗംഗയ്ക്ക് എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ. അപ്പോൾ ഗംഗയുടെ അടുത്തേക്ക് ഇങ്ങനെ വിനീത് അടുത്തടുത്ത് ചേർന്ന് നിന്നിട്ട് തല തമ്മിൽ മുട്ടിച്ചിട്ട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് 2 പ്രാവശ്യം മുട്ടിച്ചില്ലെങ്കിൽ കൊമ്പ് വിളയ്ക്കുന്നു. അപ്പോൾ ഗംഗയ്ക്ക് ചിരി വരും. അത് കഴിഞ്ഞിട്ട് വിനീത് പറയും ഗംഗ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നമുക്ക് കിടക്കാമെന്ന് പറയുന്നുണ്ട്. ഗംഗയും കിടന്നു ഉറങ്ങിയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതായിട്ട് പിന്നെ കാണിക്കണം. അപ്പോൾ അമ്മമ്മയും ശാരദയും കാവേരിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഗംഗ കൂടി ചെന്ന് കഴിയുമ്പോൾ അമ്മമ്മ ചോദിക്കും ഗംഗ ഉറക്കമൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കും. ആ ഉറക്കമൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കും. നേരത്തെ കിടന്നുറങ്ങിയോ? നേരത്തെ കിടന്നുറങ്ങിയെന്ന് പറയും. അപ്പോൾ ഇവർ ശാരദയും അമ്മമ്മയും തമ്മിലിങ്ങനെ പരസ്പരം നോക്കും കേട്ടോ. അതിനുശേഷം എന്നാൽ മോള് പോയി കുളിക്കുക എന്ന് പറയും. അപ്പോൾ ഞാനെന്തിനിപ്പോൾ രാവിലെ തന്നെ കുളിക്കാറില്ലല്ലോ എന്ന് പറയും. പുതുപ്പെണ്ണല്ല ആരെങ്കിലും കാണാൻ വന്നെങ്കിലോ എന്ന് ചോദിക്കും. എന്നെ ആര് കാണാൻ വരാനാ? എന്തായാലും അമ്മ പറഞ്ഞതല്ലേ, പോയി കുളിക്കാം എന്ന് പറയും. അപ്പോൾ അമ്മ എന്ത് ഈ കാവേരിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുക. പിന്നെ അവൾക്ക് ഇതൊന്നും അറിയാത്തില്ല, അവൾ ഇതിലൊക്കെ PhD എടുത്തതെന്ന് പറയും. അപ്പോൾ കാവേരി എന്നിട്ട് എന്ത് PhD, എന്തായാലും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചോളൂ, നിങ്ങളതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറയും. അതിനുശേഷം നമ്മൾ കാണുന്നത് നെവിനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ കള്ളക്കല്യാണം നടന്നു എന്നൊക്കെ പറയണ കേട്ടില്ലെന്ന് പറയും. കള്ളക്കല്യാണം ഒന്നുമല്ല നടന്നത്, എല്ലാവരും അറിഞ്ഞ് തന്നെ നടന്നതെന്ന് പറയും. എന്നിട്ട് എന്താണ് ആരെയും വിളിക്കാത്തതെന്ന് ചോദിക്കും. ആരെയും വിളിക്കാണ്ട് വിനീതിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും വലിയ സമ്മതമൊന്നുമില്ല എന്ന്. അപ്പോൾ പിന്നെ കള്ളക്കല്യാണം അല്ലാണ്ട് പിന്നെ എന്നാ, നീ എന്തിനാ അതിന് കൂട്ട് നിൽക്കാൻ പോയത്? ജയബാലനെങ്കിൽ വിളിച്ചെല്ലാം പറഞ്ഞു കാണുമായിരിക്കും എന്ന് പറയും. ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ നീ ആ കുടുംബമായിട്ട് അവരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്ന കുടുംബക്കാരല്ല അവർ. അതുകൊണ്ട് നീ അങ്ങനെ മേലിൽ അങ്ങോട്ട് പോവില്ല എന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയും. അപ്പോൾ നെവിൻ തൊട്ടടുത്ത് നസീയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അപ്പോൾ എന്താ അവനെ നിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറയും. അവൻ എന്തായാലും അവിടെ പോവാതിരിക്കാനൊന്നും പറ്റില്ല, അവൻ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ തലയിൽ തൊട്ട് ചെയ്യുമേ, ഞാനിനി ഇൻഷുറൻസ് വല്ലതും കൂടേണ്ടി വരുമോ എന്നൊക്കെ നമ്മുടെ അസി ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നിള വിനീതൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. വിനീത അപ്പോൾ ഉറങ്ങിയിട്ടിരിക്കുന്നുണ്ട്. നിള എനിക്കൊരു ബ്രഷ് കൊണ്ടുത്തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ചേച്ചിയോട് പറയാം. അപ്പോൾ വിനീതേണ്ണ ഇനി ഇവിടെ നിന്ന് പോകില്ലല്ലോ, വിനീതേണ്ണ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.